ഞാൻ മറുത്തൊരു ചോദ്യം ചോദിക്കുന്നു. കണ്ണൂരിൽ സ്വർണ്ണക്കടത്തുമാരുമായി ബന്ധത്തിന്റെ പേരിൽ പാർട്ടി പ്രവർത്തകർക്കെതിരെ നടപടി എടുത്തിട്ടുണ്ടോ? മറുത്തവിടെ നിൽക്കട്ടെ. താങ്കൾ ഇല്ലെന്ന് പറയൂ. എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഓ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ഞാൻ അതാ പറയുന്നത്, ഉത്തരം മുട്ടുമ്പോ പോരാൾ ഷാജി ആവില്ലേ? ചോദിക്കുന്നത് ഞാൻ അതാ പറയുന്നത്, അങ്ങ് ഉത്തരം മുട്ടുമ്പോ പോരാൾ ഷാജി ആവില്ലേ? പറയട്ടെ ഹാഷ്മി, ഒരു കാര്യം, ഞാൻ ഈ ചർച്ചയ്ക്ക് ഇരിക്കണ ഹാഷ്മിയോട് ഒരു കാര്യം പറയാം, മര്യാദയ്ക്ക് ഒരു കാര്യം കേൾക്കണം. അച്ചടക്കമില്ലാതെ പെരുമാറിയാൽ അറിയാലോ, ഞങ്ങളത് പഠിപ്പിക്കും. ഈ കണ്ണൂരിൽ സ്വർണ്ണക്കടത്ത് ബന്ധത്തിന്റെ പേരിൽ പാർട്ടി സഖാക്കൾക്കെതിരെ നടപടി ഉണ്ടായിട്ടുണ്ടോ? ഇതിനെക്കുറിച്ച് രണ്ടു വാക്ക് പറ. താങ്കളുടെ മുൻ MLA CPM ജില്ലാ സെക്രട്ടറിയുടെ ഭാര്യ ഷെയർ ചെയ്ത ആ സ്ക്രീൻഷോട്ട് കള്ള സ്ക്രീൻഷോട്ടാണ്. നിങ്ങൾ പരാതി കൊടുത്ത കാസിം അല്ല സ്ക്രീൻഷോട്ട് ഉടമസ്ഥൻ. കാസിം തന്നെ പറയുന്നു, ആ പോലീസ് പറയുന്നു. പോലീസ് പറയുന്നു അത് കാസിം അല്ലെന്ന് പറയുന്നു. പോലീസ് പറയുന്നു പോരാൾ ഷാജിയിലേക്കും അമ്പാടിമുക്ക് സഖാക്കളിലേക്ക് പോകുന്നു. അമ്പാടിമുക്ക് സഖാക്കളിലാണ് ഇത് ആദ്യം പ്രത്യക്ഷപ്പെട്ടത്. ഇത് വന്നതിന് ശേഷം അമ്പാടിമുക്ക് സഖാക്കൾ ഫേസ്ബുക്ക് പേജ് അങ്ങ് മിണ്ടാതെ അങ്ങ് താഴേക്ക് കുനിഞ്ഞു. പിന്നെ 4 ദിവസം കഴിഞ്ഞാണ് പൊങ്ങുന്നത്. ഇതൊക്കെയാണ് യാഥാർത്ഥ്യം. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? എന്നിട്ട് ഇതിന്റെ ഭാഗമായിട്ട് UDFന്റെ വോട്ട് ചോർന്നു പോയി, LDFന്റെ വോട്ട് വർദ്ധിച്ചു, UDFന്റെ വോട്ട് ചോർന്നു പോയി. UDFന്റെ വോട്ട് ചോർന്നു പോയ അവിടെ UDFന്റെ പ്രതിനിധിയായിട്ട് വന്നിട്ടുള്ള ആളുകൾ CPMന്റെ തലേ കയറുക. എന്തിനാ തലേ കയറുന്നത്? അവിടെ വോട്ട് ചോർന്നത് നിങ്ങൾക്കല്ലേ, UDFനല്ലേ? ഗാന്ധിവധം പോലെ RSS ഒഴിഞ്ഞു നിൽക്കുന്നതിന്റെ ഭാഗമായി ഇന്ന് മോദിക്കുണ്ടായ തിരിച്ചടിയിൽ ഞങ്ങൾക്ക് പങ്കില്ല എന്ന് പറയാനാണ്. ഈ നരേന്ദ്രമോദി ഇങ്ങനെ മതപരമായ വേട്ട നടത്തിയപ്പോൾ, മുസ്ലിം ബഡ്ജറ്റ്, ഹിന്ദു ബഡ്ജറ്റ് എന്ന് പറഞ്ഞപ്പോൾ, സന്താനോൽപാദന ഫാക്ടറികളെ കുറിച്ച് പറഞ്ഞപ്പോൾ RSSന്റെ തലവും മിണ്ടിയോ? കുഞ്ഞാലിക്കുട്ടിയും അതുപോലെ ET മുഹമ്മദ് ബഷീറും അമീറുമായി കൂട്ടിക്കാഴ്ച നടത്തിയില്ലേ? അതുകൊണ്ട് ഇതൊന്നും നടക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് ഹസനമീർ കുഞ്ഞാലിക്കുട്ടി കേരളത്തിൽ നയിക്കാൻ പോകുന്നു എന്ന വർഗീയ നറേറ്റീവ് ഉണ്ടാക്കുകയാണ് CPM. വേണ്ടാട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ ശരി. കരിപ്പൂർ വിമാനത്താവളത്തിൽ അർജുനായങ്കി ഉപയോഗിച്ച ഒരു കാറിന്റെ ഉടമയുണ്ട്, സജേഷ് എന്നാണ് പേര്. സജേഷ് ചെമ്പിലോട് ലോക്കലിൽ കൊയ്യോട് മൊയ്യാരം ബ്രാഞ്ചിൽ നിന്ന് പാർട്ടി സസ്പെൻഡ് ചെയ്തിരുന്നു കള്ളക്കടത്തുകാരനുമായി ബന്ധത്തിന്റെ പേരിൽ. അപ്പൊ കടത്തുകാരൊക്കെയാണ്, കടത്തുകാർക്ക് കഞ്ഞി വെച്ചവരാരൊക്കെയാണെന്ന് കണ്ണൂർ ജില്ലാ കമ്മിറ്റി ചോദിക്കണം അനിൽകുമാർ. മറുപടി അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കടത്തുകാരനാരാന്ന്. ഞാൻ മറുപടി പറയാം. ഇല്ല 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 ഞാൻ അതിന് മറുപടി പറഞ്ഞു പോകും. 17 മിനിറ്റ് സംസാരിച്ചു. താങ്കളുടെ പാർട്ടിക്കെതിരെയല്ല പറഞ്ഞത്, കള്ളക്കടത്തുകാരുടെ ബന്ധത്തിന്റെ പേരിൽ നടപടിയെടുത്തു എന്ന പാർട്ടിക്കാർക്കെതിരെ. അവരോട് ഞാൻ കൃത്യമായിട്ട് പറയാം എന്റെ വാക്ക് കേൾക്കുന്നുണ്ട്. പറയൂ, എന്താ? ശശി തരൂരിന്റെ PA പിടിച്ചപ്പം ആരുടെ പേരിലാണ് നടപടി? അതുപോലെ CPMന്റെ ഭാഗമായിട്ട് ഏതോ ഒരു ഗ്രൂപ്പിലോ കാൻഡിഡേറ്റോ ഒരുത്തൻ അവനെ നടപടി എടുത്ത് ഞങ്ങൾ പുറത്താക്കി. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യം അല്ലേ? അത്ര പറഞ്ഞോളൂ സാർ, ഞാൻ അത്രേ പറഞ്ഞോളൂ. കടത്തുന്നതിന്റെ 10% അത്രേ ഞാൻ പറഞ്ഞോളൂ. കടത്തുകാരൻ ആരാണെന്നും പാർട്ടിക്കാരൻ എങ്ങനെ കിട്ടുന്നത് അന്വേഷിക്കാം. നിങ്ങൾ കച്ചവടം ചെയ്തു, അത് അവിടെ അന്വേഷിക്കാൻ കടത്തുകാരനോട് ചോദിക്ക്. നിങ്ങൾ പ്രക്ഷേപണം ചെയ്തു. മൊയ്യാരം ബ്രാഞ്ചിലെ കടത്തുകാരനോട് ചോദിക്ക്. അല്ലെ, കടത്തുകാരന്റെ കൂട്ടുകാരോട് ചോദിക്ക്. കടത്തുകാരന്റെ കൂട്ടുകാരോട് ചോദിക്കാൻ അനിൽകുമാറെ. എന്നിട്ട് ഇവിടെ വന്ന് പോരാളി ഷാജിയുടെ ക്യാപ്സ്യൂൾ ഇറക്ക്. അത് CPMന്റെ തലയിൽ ഒരു വ്യാജ ഓഡിയോ തലേ വെച്ചു. ഇല്ല സാർ, പണി വേണ്ടെന്നാ പറഞ്ഞത്. ആ പണി ഞാൻ പറയുന്നത് നിങ്ങൾ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ ചോദിക്ക്. സജേഷ് അടക്കം സസ്പെൻഡ് ചെയ്യപ്പെട്ടവർക്ക് ഈ കടത്തുകാരുമായിട്ട് ബന്ധമൊന്നും ചോദിക്കുക. അതൊക്കെ വേറെ കാര്യം. അത് ചോദിച്ചിട്ട് വാ. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞാൽ കരഞ്ഞു പോകും. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ, എന്നെ മൂട.